പ്രതിപക്ഷത്തിന് ഒരു വലിയ തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് CPM. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെയും മറ്റും എന്നേക്കുമായി ഇല്ലാതാക്കി CPMന്റെ മുഖഛായ തന്നെ മാറ്റാൻ ഒരുങ്ങുകയാണ് പാർട്ടി ഇപ്പോൾ. കരുവന്നൂർ അടക്കമുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ തട്ടിപ്പുകൾ സൃഷ്ടിച്ച പ്രതിസന്ധികൾ എല്ലാം തന്നെ തുടച്ചു നീക്കാൻ തയ്യാറെടുക്കുകയാണ് CPM. ഇതിന്റെ ഭാഗമായി സഹകരണ സ്ഥാപനങ്ങളിലുള്ള വായ്പയുടെ കണക്കുകൾ വെളിപ്പെടുത്താൻ പാർട്ടി അംഗങ്ങളോട് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുകയാണിപ്പോൾ. സഹകരണ മേഖലയിലെ അഴിമതികളിൽ നിന്ന് പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതെല്ലാം സ്ഥാപനങ്ങളിലാണ് അംഗങ്ങൾക്കും ബന്ധുക്കൾക്കും വായ്പയുള്ളത്, എത്ര രൂപയാണ് വായ്പ, കുടിശ്ശികയുണ്ടോ, വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കും തുടങ്ങിയ വിവരങ്ങൾ തേടുന്ന 2 പേജ് ചോദ്യാവലിയാണ് ഇതിനായി നൽകിയിരിക്കുന്നത്. ഈ ചോദ്യം പൂരിപ്പിച്ച് ഉടൻ തന്നെ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറേണ്ടതുമാണ്. ശേഷം നൽകുന്ന വിവരങ്ങൾ പാർട്ടി പരിശോധിക്കും. ആദ്യമായാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നീക്കം ഉണ്ടാകുന്നത്. സഹകരണ സ്ഥാപനങ്ങളിലെ തട്ടിപ്പുകൾ CPMന്റെ പ്രതിച്ഛായയെ ദോഷകരമായി തന്നെ ബാധിച്ചിരുന്നതാണ്. ഈയൊരു അവസ്ഥ മാറി ജനങ്ങളുടെ വിശ്വാസം നേടാനും നഷ്ടപ്പെട്ട തങ്ങളുടെ പ്രതിച്ഛായ വീണ്ടും തിരിച്ചുപിടിക്കാനുമാണ് CPMന്റെ ഇപ്പോഴത്തെ ശ്രമം. അതിനായുള്ള നടപടിക്രമങ്ങൾ CPM വേഗത്തിൽ തന്നെ നടത്തിവരുന്നുമുണ്ട്. കൂടാതെ പാർട്ടി അംഗത്തിന്റെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ വായ്പയെടുത്തത് എത്രയെന്ന വിവരവും നൽകേണ്ടതാണ്. കൂടാതെ ഇതിൽ ഓരോ ബന്ധുവിന്റെയും വിവരങ്ങൾ വെവ്വേറെ എഴുതേണ്ടതാണ്. ബന്ധുക്കൾ എടുത്ത വായ്പയ്ക്ക് കുടിശ്ശിക ഉണ്ടോ, ഈട് നൽകിയ വസ്തു, തിരിച്ചടയ്ക്കാനുള്ള വരുമാനം തുടങ്ങിയവയെല്ലാം കൃത്യതയോടെ തന്നെ കാണിക്കേണ്ടതാണ്. ചോദ്യാവലിയിലെ ചില പ്രധാന ചോദ്യങ്ങൾ നോക്കാം. വായ്പാ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഫോറം എന്ന തലക്കെട്ടിലാണ് ചോദ്യാവലി. പേര്, പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ പേര്, വഹിക്കുന്ന സ്ഥാനം എന്നിവയാണ് ആദ്യം. സഹകരണ സ്ഥാപനത്തിൽ വായ്പ നിലവിലുണ്ടോ, വായ്പ നിലവിലുള്ള സ്ഥാപനത്തിന്റെ പേര്, വായ്പാ തുക എടുത്ത തീയതി, ജാമ്യം നൽകിയത് എന്ത്, ഭൂമിയാണെങ്കിൽ എത്ര സെന്റ്, 1 സെന്റ് ഭൂമിയുടെ വില എത്ര, വായ്പയുടെ കാലാവധി, എത്ര വർഷം, എത്ര തവണ, കുടിശ്ശികയുണ്ടോ, കുടിശ്ശിക എത്ര രൂപ, തിരിച്ചടയ്ക്കാനുള്ള വരുമാനം ഏത്, പേര്, പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ പേര്, വഹിക്കുന്ന സ്ഥാനം എന്നിവയാണ് ആദ്യം. സഹകരണ ബാങ്കുകളിൽ ഭരണസമിതി അംഗങ്ങൾ ആകുന്ന CPM അംഗങ്ങളും അവരുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ആ ബാങ്കിൽ നിന്നും വായ്പ എടുക്കരുതെന്ന് 2019 ഫെബ്രുവരി 6 പാർട്ടി നിർദ്ദേശിച്ചിരുന്നതാണ്. എന്നാൽ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേടും നടന്ന ബാങ്കുകളിൽ ഭൂരിപക്ഷത്തിലും ഭരണസമിതി അംഗങ്ങൾക്കും ബന്ധുക്കൾക്കും വായ്പ ഉണ്ടെന്നാണ് അറിയുന്നത്. തട്ടിപ്പുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് സഹകരണ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. തട്ടിപ്പുകളുടെ പേരിൽ CPMന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ ഒരു വജ്രായുധമാക്കി CPMനെ പ്രതിപക്ഷം രാഷ്ട്രീയമായി ആക്രമിച്ചിരുന്നു. ഇപ്പോൾ ഒരു ശുദ്ധീകലശത്തിന് തന്നെയാണ് CPM തയ്യാറെടുക്കുന്നത്. ഈയൊരു പ്രവൃത്തിയിലൂടെ, ഈയൊരു നടപടിയിലൂടെ പാർട്ടിക്ക് പഴയ ആർജവം വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ് CPM കരുതുന്നത്.